ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ, അതിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഇതുപോലൊരു വ്യക്തിക്ക് മീഡിയാസിന്റെ മുന്നിൽ വന്ന് ഇതുപോലുള്ള പച്ച കള്ളങ്ങൾ പറയാൻ പറ്റുന്നത്? മീഡിയാസിന്റെ മുന്നിൽ ഇതുപോലുള്ള പച്ച കള്ളങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മീഡിയാസ് ഇല്ലാത്ത സമയത്ത് ഈ വ്യക്തി എന്തൊക്കെ ഉഡായിപ്പുകൾ കാണിക്കുന്നുണ്ടാകും? കേട്ടു നോക്കൂ. The world recognizes successful conduct of free, fair and transparent elections in India, and therefore, for the first time in its history of 30 years, the prestigious group of 37 democratic countries of the world have invited India to chair the International Institute for Democracy and Electoral Assistance, International IDEA. This is a moment of immense pride for all the citizens of India and for all the election officials. Jai Hind, Jai Bharat. ഇത് AI ഒന്നുമല്ല കേട്ടോ, ഇത് ANI പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ ജ്ഞാനേഷ് കുമാർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നല്ല രീതിയിൽ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തുകൊണ്ട്, അതായത് നല്ല രീതിയിൽ ഇന്ത്യയിലെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ വോട്ട് ചോരി ആരോപണങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. അതിന് തക്കതായിട്ടുള്ള, വോട്ട് ചോരിക്ക് തക്കതായിട്ടുള്ള മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതെന്തുമാവട്ടെ, അങ്ങനെയുള്ള ഇലക്ഷൻസ് നടത്തിയത് കൊണ്ട് ഇന്ത്യയെ 37 കൺട്രീസ്, അതായത് ഡെമോക്രാറ്റിക് കൺട്രീസ് ഉള്ള ഒരു ഗ്രൂപ്പ്, അതായത് ഇന്റർനാഷണൽ ഐഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ചെയർ ചെയ്യാൻ, അതായത് ചെയർമാൻ ആയിട്ട് ഇന്ത്യയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, അതായത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നാണ് ജ്ഞാനേഷ് കുമാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുപോലുള്ള പച്ചക്കള്ളം എങ്ങനെയാണ് ജ്ഞാനേഷ് കുമാറിന് ഈ മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറയാൻ സാധിക്കുന്നത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ആ ആളുകൾ സത്യം അന്വേഷിക്കില്ല, വാട്സപ്പിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് വോട്ട് ചോരിയൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞത് വെളുപ്പിക്കലാണ് നടക്കുന്നത്. അത് അവർ വിശ്വസിക്കും. പക്ഷേ മറ്റൊരു കൂട്ടം ആളുകളുണ്ട്, എന്ത് കേട്ടാലും അതിന്റെ സത്യം അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഐഡിയന്റെ റൂൾസ് ഓഫ് പ്രൊസീജിയർ, ആ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ചെയർമാന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചെയർമാൻ, ദ കൗൺസിലിൽ 112 the election of the chairship group should be based on Annex 1 list of chairship group rotationലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ this list will be updated regularly. ഈ ഒരു ലിസ്റ്റ് ഉണ്ട്, ഈ ലിസ്റ്റ് ഓൾറെഡി അവിടെ ബോൾഡ് എഴുതിയിട്ടുണ്ട്, അതായത് താഴോട്ട് എഴുതിയിട്ടുണ്ട്. The draft proposed chair is indicated in bold ലെറ്ററിൽ ചെയർ ചെയ്തിട്ടുണ്ട്. അതായത് 2026 ഇന്ത്യയാണ് ചെയർ ചെയ്യുന്നതെന്ന് ബോൾഡിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത ഒരു കാര്യമാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. സെലക്ട് ചെയ്തു, എന്തിന്? ഇന്ത്യ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ് അല്ലെങ്കിൽ വോട്ടിംഗ് ഒക്കെ നടത്തിയത് കൊണ്ട് അവരെ സെലക്ട് ചെയ്തു എന്ന ഒരു വാദത്തിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതൊരു മെറിറ്റ് ബേസ്ഡിൽ ഉള്ള ഒരു സെലക്ഷൻ അല്ല, ഇതൊരു റൊട്ടേഷണൽ സെലക്ഷൻ ആണ്. ഓൾറെഡി, അതായത് പ്രീ ഡിസൈഡ് ചെയ്തിട്ടുള്ള, അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു ചെയർഷിപ്പാണിത്. അതിനെ ഇങ്ങനെ ഊതി വെളുപ്പിക്കാൻ, അതായത് ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഈ ഒരു സംഭവം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ചോദിച്ച ചോദ്യത്തിനുള്ളത്, അതായത് ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഇൻക്ലൂഡിങ് ഓപ്പോസിഷൻ ലീഡർ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി അത് പറഞ്ഞ് ആ പ്രശ്നം, അതായത് വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷൻ ഇല്ലാതാക്കുക, അതായത് ജനങ്ങളിൽ വിശ്വാസം കൊണ്ടുവരിക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യുക, അല്ലാതെ വെളുപ്പിക്കാൻ നിൽക്കരുത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.